സർ, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിമാർക്കും നമ്മുടെ കേരള സർക്കാർ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചിരുന്നു. പക്ഷേ അതിലൊരു മറുപടി അയച്ചത് യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാത്രമെന്നാണ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം യോഗി ആദിത്യനാഥിന്റെ ആ മറുപടി കത്ത് വേദിയിൽ വെച്ച് വായിക്കുകയും ചെയ്തു. അതിൽ പറഞ്ഞിരിക്കുന്നത് യോഗി ആദിത്യനാഥ് വാസവൻ ജി എന്നാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നു, ധർമ്മത്തിന്റെ ദിവ്യരക്ഷകനാണ് അയ്യപ്പൻ. അപ്പോൾ ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സർക്കാരിന് സാധിക്കട്ടെ എന്ന്. യോഗി ആദിത്യനാഥിന്റെ മറുപടി കത്ത്, അതിൽ പരാമർശിച്ചിരിക്കുന്ന ചില വാക്കുകൾ, വി.എൻ. വാസവനെ അഭിസംബോധന ചെയ്ത ആ ഒരു വാക്ക്, ഇതിൽ നിന്നെല്ലാം എന്ത് വിലയിരുത്താം? ഒപ്പം ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ യോഗി ആദിത്യനാഥ് ആശംസിച്ചതുപോലെ ഈ സർക്കാരിന് സാധിച്ചു. നീ ഇത് ആദ്യം പറഞ്ഞ വാചകമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് ഇനി മുതല് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അല്ലേ, പിന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവും മന്ത്രിയുമായിട്ടുള്ള വി.എൻ. വാസവനെ ഇനി മുതൽ വാസവൻ ജി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. നമ്മളാരുമല്ല പേര് ചാർത്തി കൊടുത്തത്, പിന്നെ യുപി മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയ കത്താണ് അത്. ശ്രീ മന്ത്രി വി.എൻ. വാസവന് ഇന്നലെ പമ്പ മണപ്പുറത്ത് നടന്ന പിന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൽ അത് അഭിമാനപൂർവ്വം അദ്ദേഹം വായിക്കുകയും ചെയ്യുന്നത് കേട്ടു. പ്രിയപ്പെട്ട ഡിയർ വാസവൻ ജി എന്ന് പറഞ്ഞിട്ടാണ് കത്ത് തുടങ്ങുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അങ്ങനെ ഒരു പേരിന് അർഹനാണ്. പിന്നെ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നതിനും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ വാസവൻ ജി എന്ന് വിളിച്ചതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. കാരണം അവരുടെ അങ്ങനെ ഈ പിന്നെ BJP-ക്കാർ മാത്രമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘപരിവാറുകാർ മാത്രം സംബോധന ചെയ്യുന്നതല്ലല്ലോ. അത് ഒരു ബഹുമാനപരസരമായ പേരായിട്ട് നമുക്ക് കണക്കാക്കാമെന്നാണ് തോന്നുന്നത്. ഈ ചില പേരുകൾക്കൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ ഈ സഖാവ് വാസവൻ, സഖാവ് എന്നുള്ളത് പിന്നെ സർവ്വസാധാരണമായ വാക്കാണ്. പക്ഷെ ഒരുപാട് കാലം അല്ലെ ഇങ്ങനെ ഓടി ചിലപ്പോൾ ഒരു ക്ലീശ വല്ലതും വരാൻ സാധ്യതയുള്ളതിന്. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് ഇനിയും പുതിയ തലമുറയ്ക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ വാസവൻ ജി എന്നൊക്കെ അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എന്തായാലും ആ കത്ത് അദ്ദേഹം വായിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ സംസ്ഥാനത്തെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യം അറിയിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചു എന്നൊരു സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വരുന്നത്. അപ്പൊ അങ്ങനെ കത്തയച്ച കൂട്ടത്തില് സ്വാഭാവികമായിട്ടും കേരള സർക്കാർ ഒരു കത്തയക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഔദ്യോഗിക മുദ്രയാണ് അല്ലെ. ഔദ്യോഗിക മുദ്ര ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തിന് കത്തയക്കുന്നത്. അങ്ങനെ വരുമ്പോഴ് ആ കത്തിന് മറുപടി അയക്കുക, അതൊരു പിന്നെ കിട്ടുന്ന ആ കത്ത് ലഭിക്കുന്ന സംസ്ഥാനത്തിന്റെ ഒരു സാമാന്യ മര്യാദയാണ്. അവരത് പാലിക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ എഴുതുന്നത്. പണ്ടൊക്കെ പിന്നെ കത്തുകളുടെ അടിയിൽ തന്നെ എഴുതിയേക്കും, മറുപടി പിന്നെ അടുത്ത മടക്കക്കത്തിൽ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു കൊണ്ട് കത്തുകളൊക്കെ തന്നെ അവസാനിക്കുന്നത്. അപ്പൊ നമ്മുടെ സർക്കാർ ഔദ്യോഗികമായിട്ട് അയക്കുന്ന ഒരു കത്തിന് മറുപടി അയക്കുക, ആ ഒരു സാമാന്യ മര്യാദ കാണിച്ചത് ഉത്തർപ്രദേശ് സർക്കാർ മാത്രമാണെന്നാണ്, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് മാത്രമാണെന്നാണ് ഇന്നലെ അവിടെ മന്ത്രി ശ്രീ വി.എൻ. വാസവന്റെ പ്രസംഗം കേട്ടപ്പോൾ നമുക്ക് തോന്നുന്നത്. അദ്ദേഹം ഇതിനകത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. ഇപ്പൊ അങ്ങനെ അയച്ച കൂട്ടത്തില് പശ്ചിമ ബംഗാളിൽ നിന്ന് മമതാ ബാനർജി മറുപടി അയക്കണമെന്ന് പറയാൻ അദ്ദേഹത്തിന് നിർബന്ധിക്കാൻ കഴിയില്ല. അതേപോലെ ത്രിപുര മുഖ്യമന്ത്രി അല്ലേ, കമ്മ്യൂണിസത്തെ സർവനാശം വരുത്തിയ 2 മുഖ്യമന്ത്രിമാരാണ്. അവർക്ക് കത്തയച്ചോന്നും അറിയത്തില്ല കേട്ടോ. എല്ലാവർക്കും അയച്ചെന്നാണ് സൂചന വരുന്നത്. അപ്പൊ മമതാ ബാനർജിയോ അല്ലെങ്കിൽ ത്രിപുര മുഖ്യമന്ത്രിയോ ഒന്നും മറുപടി അയച്ചില്ലെങ്കിൽ ഇത്രയും വലിയ വിഷമം വരത്തില്ല. അതുപോലെ കാശ്മീർ മുഖ്യമന്ത്രിയും വിടാം. കാശ്മീരിൽ നിന്ന് ആരും ശബരിമലയ്ക്ക് അങ്ങനെ വരുന്നതായിട്ടൊന്നും നമ്മുടെ അറിവിലൊന്നുമില്ല. പക്ഷെ അതല്ലാതെ ഒരുപാട് ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരും അല്ലെ മന്ത്രിമാരും മന്ത്രിസഭകളും ഒക്കെ അവിടെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു ഔദ്യോഗിക കത്തിനെ അവരാരും മാനിച്ചില്ല. ആകെ മാനിച്ചത് യോഗിയാണ്. അതുകൊണ്ടാണ് വളരെ അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അത് പിന്നെ വാസവൻ ജി എന്ന് വിളിക്കുക മാത്രമല്ല, ആ തുടങ്ങുന്ന കത്തില് വളരെ അയ്യപ്പ സംഗമത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതിനൊരു വലിയ വിജയമായി തീരട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പിന്നെ നല്ല വാക്കുകൾ അതിനകത്ത് ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ചിലര് പറയുന്നുണ്ട്, ഗോരഖ്പൂരിലെ സ്വാമി അല്ലെ ഇപ്പോഴും വിശ്വാസിയായിട്ടുള്ള, ഇന്ത്യയിലെ പറഞ്ഞ BJP മുഖ്യമന്ത്രിമാരൊക്കെ സ്വാഭാവിക വിശ്വാസികളാണ് അല്ലെ, വിശ്വാസികളുടെ സംഗമം എന്നൊക്കെ ആയിരുന്നല്ലോ ഇതിനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ വന്നിരുന്നത്. അപ്പോഴും ഗോരഖ്പൂരിലെ ആ പഴയ സ്വാമി, അവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്ന സ്വാമി മാത്രമാണ് ശബരിമല അയ്യപ്പനോടൊരു താല്പര്യം കാണിച്ചത് എന്നൊക്കെ ചില ആളുകൾ പറയുന്നുമുണ്ട്. അത് ശരിയായിരിക്കാം അത്.
എന്തായാലും വളരെ മുമ്പേ രണ്ടാമത്തെ ചോദ്യത്തിന്റെ രണ്ടാം ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആഗോള അയ്യപ്പ സംഗമം വിജയമായിരുന്നു ഇല്ലയോ? അതാണ് ചോദ്യം. അത് വിജയമായിരുന്നു എന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്. ചിലരുടെ അവകാശവാദം തീർത്തും പരാജയമായിരുന്നു ആണ്. ചിലർക്കത് രാഷ്ട്രീയമുണ്ട്, ചിലർക്ക് അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. മറ്റു ചിലർ കണക്കുകളും മറ്റും ഉദ്ധരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. രാഷ്ട്രീയ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ തവണ ഇതുപോലെ നടന്ന ശബരിമല പ്രക്ഷോഭ കാലത്ത് നവോത്ഥാന നായകനായിരുന്നുവെങ്കിലും പിന്നീട് ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് CPM-ന് നഷ്ടപ്പെട്ടു പോയ SNDP വോട്ടുകൾ എന്നും അവരുടെ സ്ഥിരമായ വോട്ടുകളായിരുന്നു. ആ സമുദായത്തിന്റെ ആയിരുന്നു തീർച്ചയായിട്ടും CPM-ന്റെ പിറകിലുള്ള വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അത് കുറെയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെയുള്ള സമുദായ നേതാവിനെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാറിൽ തന്നെ, അത് മുഖ്യമന്ത്രി താമസിച്ചത് പൊതുമരാമത്തിന്റെ ഗസ്റ്റ് ഹൗസ് ആണ് പമ്പയില്. അവിടെ നിന്ന് ചെറുതായിട്ട് നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. വേണമെങ്കിൽ ഈ വീതിയിലേക്ക് നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. മുഖ്യമന്ത്രിക്ക് എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം വാഹനത്തിലാണ് വന്നത്. ആ വാഹനത്തില് വെള്ളാപ്പള്ളി നടേശനെയും SNDP യോഗത്തിന്റെ നേതാവായ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനെയും കൂടെ കൂട്ടിയാണ് അദ്ദേഹം വന്നത്. അപ്പൊ അതിന് ചില വ്യാഖ്യാനങ്ങളും പറച്ചിലുകളും ഒക്കെ ഉണ്ടായി. വെള്ളാപ്പള്ളിയോട് യോജിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം. ഇത് താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ താങ്കളെ മാത്രം, മറ്റൊരു സമുദായ നേതാവ് NSSന്റെ ഒരു സമുദായ നേതാവ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അദ്ദേഹത്തെ കൂട്ടിയില്ല, താങ്കളെ മാത്രം എന്തുകൊണ്ടാണ് വണ്ടിയെ കയറ്റിയതെന്ന് ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത്, ആ സമയത്ത് ഞാൻ അവിടെ ചെന്നിരുന്നു. രാവിലെ ഒരു 9-9:15 ഞാൻ ആ മരാമത്ത് ഗസ്റ്റ് ഹൗസിൽ ചെന്നിരുന്നു. അതുകൊണ്ട് ഇങ്ങോട്ട് പോരാൻ നേരത്തെ മുഖ്യമന്ത്രി ചോദിച്ചെന്നാ കയറിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനി കയറിപ്പോരുന്നെന്നാണ് പറഞ്ഞത്. വളരെ കാഷ്വലായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ചില വിമർശനങ്ങളൊക്കെ പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് അദ്ദേഹം നേരെ പ്ലേറ്റ് അങ്ങ് മാറി. അദ്ദേഹം പറയുന്നത്, ഈ മുഖ്യമന്ത്രി സഞ്ചരിച്ച ആ കാറിനെക്കാട്ട് വിലയുള്ള കാറുകൾ എനിക്കുണ്ട് അതിനെക്കാട്ടി വിലയുള്ള കാറുകൾ, അല്ലെ അതിനെക്കാട്ടി വില കൂടിയ കാറുകൾ എനിക്കുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി വിളിച്ചപ്പോൾ ഞാൻ അങ്ങ് പോയതാണ്. പക്ഷെ അന്നേരം ചില സംശയാലുക്കൾ പിന്നെ ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി, അങ്ങേക്ക് വില കൂടിയതുമായ കാറുകളോ അല്ലെങ്കിൽ അതിന് തുല്യ വിലയുള്ള കാറുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ കേരള സ്റ്റേറ്റ് നമ്പർ 1 എന്നെഴുതിയ കാറുണ്ടോ? അങ്ങനെയുള്ള കാറിൽ താങ്കൾ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനും വെള്ളാപ്പള്ളി പിന്നീട് മറുപടി പറയുമെന്നാണ് നമുക്ക് പ്രതീക്ഷ. ഈ ആഗോള സംഗമത്തിന് വന്ന എണ്ണം സംബന്ധിച്ചൊക്കെയാണ് ചില തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ നിലനിൽക്കുന്നത്. ഈ ഡേറ്റ വെച്ച് സംസാരിക്കുന്നവരുടേതാണ്. അവര് പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4500-ഓളം പേരുടെ രജിസ്ട്രേഷനാണ് ഉണ്ടായിരുന്നത്. അതിൽ 4100 പേര് അതിൽ പങ്കെടുത്തു. 4100 പേര് പങ്കെടുത്തു എന്നാണ് മന്ത്രി വാസവൻ ഇന്നലെ വൈകിട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അത്രയും വലിയ വിജയമാണ്. അങ്ങനെ അത്രയും പേര് പങ്കെടുത്തിട്ടുണ്ട്, വലിയ വിജയമാണ്. അതിൽ ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ 1500-1600 പേര് തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വിദേശത്തു നിന്ന് വന്ന പ്രതിനിധികൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ശ്രീലങ്കയിൽ നിന്നാണ്. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമൊക്കെ കൂടെ വന്നതുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ അവിടുത്തെ തമിഴന്മാരുടെ ഒരു പഴയ സ്ഥലം തന്നെ ആയിരുന്നല്ലോ. തമിഴന്മാർ അവിടുന്ന് അവർക്ക് ഒരുപാട് ഒറിജിൻസ് ഉള്ള സ്ഥലമാണ് ശ്രീലങ്ക. അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. ശ്രീലങ്കയിൽ നിന്നാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള കണക്കുകളൊക്കെ മന്ത്രി പറഞ്ഞു. പക്ഷേ എതിർകക്ഷികൾ അങ്ങനെയല്ല പറയുന്നത്. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടെ മന്ത്രി സൂചിപ്പിച്ചിരുന്നു കേട്ടോ. UP, നമ്മുടെ ആശംസ കത്തയച്ച UP-യിൽ നിന്നാകെ 4 പേരേ വന്നുള്ളൂ. അത് മന്ത്രി എടുത്ത് പറയുന്നുണ്ടായിരുന്നു, 4 പേരേ വന്നുള്ളൂ. അപ്പൊ ഇന്ന് രാവിലെ മുതൽ ചില ദോഷൈക ദൃക്കുകൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെ UP-യിൽ നിന്ന് വന്ന 4 പേരാണ് വന്നതെന്ന് പറയുന്നു. അപ്പൊ പറയുന്നുണ്ട് വയനാട്ടില് 3 പേര്, റായ്ബറേലിയിലും ഒക്കെയുള്ള ബന്ധങ്ങളുള്ള 3 പേര് അവിടെ വയനാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരെ കൂടി കൂട്ടത്തിൽ കൂട്ടിയെന്നൊക്കെ പറഞ്ഞ് ചില സോഷ്യൽ മീഡിയ ആളുകളുടെ ചില കമന്റുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കഴിഞ്ഞ ദിവസം അറിഞ്ഞല്ലോ അതിൽ. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി, അവർ 3 പേരും ഉണ്ടായിരുന്നു. അവർ കഴിഞ്ഞ 3 ദിവസം വയനാട്ടിൽ എന്തോ സ്വകാര്യ സന്ദർശനത്തിന് വന്നതാണ്. അപ്പൊ അതിനകത്തിലും രാഷ്ട്രീയം കാണുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള പരാമർശങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിനകത്ത്. എന്തായാലും ഈ കണക്കുകള് എതിർ അഭിപ്രായം പറയുന്നവർ അങ്ങനെയല്ല. അവർ പറയുന്നത് ഇത് കണക്കുകളൊക്കെ വളരെ തെറ്റാണ്. ആകെപ്പാടെ 623 പേര് മാത്രമേ ഉദ്ഘാടന സമ്മേളനത്തിൽ ആ വേദിയിൽ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞു. അതുകൊണ്ടാണ് പരിപാടി തുടങ്ങാൻ തന്നെ വൈകിയതെന്നാണ് പറയുന്നത്. 9:30-ക്ക് തുടങ്ങേണ്ട പരിപാടി 2.5 മണിക്കൂറിലേറെ വൈകിയാണ് തുടങ്ങിയത്. 620 വേദിയിൽ ആളില്ലാതെ പമ്പാവണപ്പുറത്താണ്. ഇവിടെ നാളെ സംഘടിപ്പിക്കും.
ഇപ്പൊ നമ്മുടെ നാട്ടിലെങ്ങാണമായിരുന്നെങ്കിൽ വല്ല സ്കൂൾ കുട്ടികളെയോ അല്ലെങ്കിൽ മറ്റേ പറഞ്ഞ പോലെ മറ്റു തരത്തിലുള്ള എവിടെയെങ്കിലും സ്ഥാപനങ്ങളിലോ നഴ്സിംഗ് കോളേജുകളിലോ അല്ലെങ്കിൽ ഈവൻ തൊഴിലുറപ്പിന് പോകുന്ന അമ്മമാരെയോ സ്ത്രീകളെയൊക്കെ നമുക്ക് സംഘടിപ്പിക്കാമായിരുന്നു. ഇവിടെ മണപ്പുറത്തതിന് മാർഗമില്ലല്ലോ. അവിടെ ആ കിട്ടുന്ന പറഞ്ഞ കുറച്ച് ദേവസ്വം ഉദ്യോഗസ്ഥരെ കിട്ടും, പിന്നെ കഴുതയും കൊണ്ടുവരുന്ന തമിഴന്മാരുണ്ട്, തമിഴന്മാരെ കിട്ടും. അവിടെ ശുചീകരണ പ്രവർത്തനത്തിന് തമിഴന്മാരെയൊക്കെ കിട്ടുള്ളൂ. അവരെ ഒന്നും കയറ്റിയിരുത്തി ഹാള് നിറയ്ക്കാനൊക്കത്തില്ലല്ലോ. എന്തായാലും കൊള്ളാം, ഹാള് നിറഞ്ഞു, എങ്ങനെയോ നിറഞ്ഞെന്നോ കുറച്ച് കസേരകൾ ഒഴിഞ്ഞു കിടന്നൊക്കെ പറയുന്നത്. എന്തായാലും 623 പേരെന്നാണ് ദേവസ്വത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ സൈറ്റ് കാണിക്കുന്നത്. പക്ഷെ അതിനെ മന്ത്രി ഖണ്ഡിക്കുന്നുണ്ട്. മന്ത്രി പറയുന്നത് 3 സെഷനായിട്ടാണ് ഇവിടെ നടന്നത്. 3 സെഷനായിട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതങ്ങനെ വന്ന കുറവാണ്. അല്ലെങ്കിൽ ചിലരൊക്കെ പിന്നെ മുഖ്യമന്ത്രി പ്രസംഗം ഏതാണ്ട് 3/4 മണിക്കൂറിലധികം നീണ്ടു നിന്നു. അപ്പൊ അതുകൊണ്ട് വന്ന കുഴപ്പമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അത് പരിഹരിക്കട്ടെ. അതെന്തായാലും അത്തരം തർക്കങ്ങളൊക്കെ നിൽക്കട്ടെ. പിന്നെ ക്രീമായിട്ടുള്ള ആളുകൾ വന്നാൽ മതി എന്നുള്ള ചില നിലപാടുകളും ഉണ്ടാവില്ല. എല്ലാവരും കൂടെ ആൾക്കൂട്ടം കൂടി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലുള്ള നിലപാടുകളും ആയിരിക്കാം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില ഔചിത്യ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ തന്നെ സൂചിപ്പിച്ചിരുന്നു. ആദ്യം ഈ ഇതിന്റെ ഉദ്ഘാടനത്തിനായിട്ട് ഇതിനെ പ്രധാന അതിഥിയായിട്ട് ക്ഷണിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ആയിരുന്നു, MK സ്റ്റാലിനെ ആയിരുന്നു. അതോടൊപ്പം തന്നെ തമിഴ്നാട് ദേവസ്വം മന്ത്രി. ഇവരൊക്കെ പൊതുവെ നിരീശ്വരവാദികളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിരീശ്വരവാദികൾ. ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ല, അങ്ങനത്തെ ആളുകളാണ് ഇവരിൽ. മനുഷ്യരിൽ മാത്രം ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ അന്ന് ചില സംശയങ്ങൾ, എന്തായാലും സ്റ്റാലിൻ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ തമിഴ്നാട് ദേവസ്വം മന്ത്രിയോടൊപ്പം വിടാൻ അന്ന് തീരുമാനിച്ചിരുന്നത് അവിടുത്തെ IT വകുപ്പ് മന്ത്രി പളനിവേൽ ത്യാഗരാജനെ ആയിരുന്നു. അപ്പോഴേ ചില സംശയങ്ങളൊക്കെ ചില കോണുകളിൽ നിന്ന് വന്നിരുന്നു. കാരണം പളനിവേൽ ത്യാഗരാജനോട് അത്ര വലിയ മതിപ്പ് സ്റ്റാലിന് തോന്നാനുള്ള സാഹചര്യം ഇപ്പോഴില്ല. കാരണം ഇന്ത്യയിലെ തന്നെ പളനിവേൽ ത്യാഗരാജൻ അത്ര മോശമല്ല കേട്ടോ. അത് ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ മികച്ച ഒരു സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം. വളരെ മിടുക്കനായ സാമ്പത്തിക വിദഗ്ധനാണ് അദ്ദേഹം. പക്ഷേ തമിഴ്നാട്ടില് അദ്ദേഹത്തിൻ്റെതായ പുറത്തു വന്ന ഒരു ഒരു ഓഡിയോ വീഡിയോ ഉണ്ടായിരുന്നു. ആ ടേപ്പിനകത്ത് അണ്ണാമലൈ പുറത്തുവിട്ടതാണ്, BJP സംസ്ഥാന. അദ്ദേഹമാണ് ഇപ്പൊ മറ്റന്നാൾ പന്തളത്ത് നടക്കുന്ന വിശ്വാസികളുടെ സംഗമത്തെ ഉദ്ഘാടനം ചെയ്യുന്നത് അണ്ണാമലയാണ് കേട്ടോ. അതിന്റെ തീരുമാനമായിട്ടുണ്ട്. അണ്ണാമലയാണ് ആ വീഡിയോ പുറത്തുവിട്ടത്. അതേ തുടർന്ന് അദ്ദേഹത്തിനെ ധനകാര്യ വകുപ്പിൽ നിന്ന് IT വകുപ്പിലേക്ക് മാറ്റി. അപ്പൊ അന്നേ ചില ആളുകൾ സംശയിച്ചിരുന്നു, എന്തിനാണ് ഈ ഇദ്ദേഹത്തെ പോലെ ഒരാളിനെ, പ്രത്യേകിച്ച് സ്റ്റാലിന് താല്പര്യമില്ലാത്ത ഒരാളിനെ ശബരിമലയിലേക്ക് വിടുന്നെന്നുള്ളത്. ഏതാണ്ടൊരു ആ വാദങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നലെ അവിടെ സദസ്സിൽ ഉണ്ടായത്. ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി പോയി, മുഖ്യമന്ത്രി പോയി, അതിനുശേഷം അധ്യക്ഷന്റെ ഉപക്രമം കഴിഞ്ഞു. പിന്നീട് വിളിച്ചത് തമിഴ്നാട് ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം മന്ത്രി കഴിഞ്ഞ ശേഷം തന്നെ വിളിക്കുമെന്ന് അത് സ്വാഭാവികമായിട്ട് കരുതിയിട്ടുണ്ടാവും. പക്ഷെ വിളിച്ചത് വെള്ളാപ്പള്ളി നടേശനെയാണ്. ആകെ അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം കറുത്ത വേഷം ധരിച്ചാണ് അവിടെ വന്നിരുന്നത്. പളനിവേൽ ത്യാഗരാജൻ എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. അദ്ദേഹം നമ്മുടെ അതിർത്തി, ഇടുക്കി അതിർത്തി മുതല് കമ്പം, തേനി മുതല് പെരിയകുളം തുടങ്ങി പഴനി തുടങ്ങിയിട്ട് മധുര വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു രാഷ്ട്രീയ സാമ്രാജ്യത്തിലെ അധിപനാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ വലിയ വലിയ പ്രതാപികളായിരുന്നു. അവര് തമിഴ്നാടിന്റെ ഭരണത്തിൽ വരെ ഉണ്ടായിരുന്ന ആളുകളാണ്. അങ്ങനെ വലിയ പാരമ്പര്യമുള്ള നേതാവാണ്. അദ്ദേഹത്തിന് അനൗചിത്യം തോന്നിക്കാണും. ഇത്രയൊക്കെ ആയിട്ട് എന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നില്ലല്ലോ തോന്നിക്കാണും. അദ്ദേഹം എന്തായാലും അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ചില ചാനലുകളൊക്കെ പറയുന്നത് അദ്ദേഹം ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചതാണ്. പിന്നെ അദ്ദേഹത്തെ വിളിച്ചു കൂട്ടി അനുനയിപ്പിച്ചു കൊണ്ടുവന്നതാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു കല്ലുകടി അതിനകത്തുണ്ടായി. അപ്പൊ നമ്മുടെ ആദ്യം സംശയം പ്രകടിപ്പിച്ചവർ എന്തുകൊണ്ട് പളനിവേൽ ത്യാഗരാജനെ വിളിച്ചു എന്നുള്ളതിന് ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചവർക്ക് സാധൂകരണം കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ നടന്ന പ്രവൃത്തി കൊണ്ട് നമുക്ക് തോന്നുന്നത്. ഇനിയിപ്പോഴും നമ്മള് ദേവസ്വം ബോർഡ് അവിടെ കണ്ട ഏറ്റവും മനോഹരമായ രംഗം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാലേ സ്വാമി അയ്യപ്പ അല്ലെ സ്വാമി ശരണം എന്നൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം രക്തസാക്ഷികൾ അമർ രഹേ എന്നൊക്കെ പറയുന്നത് പോലെ കൈ പൊക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ഇതുവരെ നമ്മളാരും നമ്മളാരും ശീലിച്ചിട്ടില്ലാത്ത, മലയാളി കേട്ടിട്ടില്ലാത്ത പ്രയോഗമാണ്. സ്വാമിയെ സാധാരണ കൈ കൂപ്പി വണങ്ങിക്കൊണ്ടാണ് സ്വാമിയെ വണങ്ങിക്കൊണ്ട് സ്വാമിയെ ശരണം പിടിക്കുന്നത്. ഇത് ഇങ്ങനെ വിപ്ലവ അഭിവാദനങ്ങളാണെന്ന് തോന്നുന്നു. മുഷ്ടി ചുരുട്ടി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടാണ് വിളിച്ചത്. അതൊരു പക്ഷേ ഒരു സൂചനയാണെന്നാണ് ഇപ്പൊ ചില ആളുകൾ പറയുന്നത്. ഇപ്പൊ ഇതെല്ലാം സംഗമമൊക്കെ സംഭവം കഴിഞ്ഞിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഹൈക്കോടതി വിളിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കേസുകളും കാര്യങ്ങളും ഒക്കെ അവിടെ വരുന്നുണ്ട്. അവിടെ വരുന്ന സമയത്ത് ഈ മുകളിലോട്ടുള്ള മുഷ്ടിയൊക്കെ അങ്ങ് താഴേക്ക് താക്കും. സ്വാമി അയ്യപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ പോകുമായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുമ്പോഴും മുഷ്ടി ചുരുട്ടി വിളിക്കാനൊക്കത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ സ്വാമിയെ വിളിക്കുമായിരിക്കും എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. ശരിയാകാമെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് കേസുകളുണ്ട്. 4-5 കോടിയുടെ സ്വർണം തന്നെയാണ് പോയിരിക്കുന്നത്. അതിനൊക്കെ അവിടെ സമാധാനം പറയേണ്ടി വരുന്നത് അദ്ദേഹമാണല്ലോ. പിന്നീട് നമ്മൾ കണ്ട മനോഹരമായ രംഗം എന്ന് പറയുന്നത്
നമുക്ക് ആശംസിക്കാനുള്ളത് മുഖ്യമന്ത്രി തന്നെ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിച്ച, അല്ലെ, പണ്ടൊരു കേസിൽ പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിച്ച ശബരിമലയിലെ വലിയ തന്ത്രിയുടെ മകൻ മോഹനരുടെ, കണ്ടരുത് മോഹനരുടെ അദ്ദേഹമാണ് അവിടെ വിളക്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ടു, അല്ലെ. ശബരിമലയിലെ എത്ര വർഷങ്ങളായി ആ കേസ് വന്നേ പിന്നെ അദ്ദേഹത്തിന് ശബരിമലയിൽ കയറാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഈ അടുത്ത തവണയെങ്കിലും, അടുത്ത ടൈമിലെങ്കിലും, ഇനിയും വരാൻ പോകുന്ന ടൈമിലെങ്കിലും അദ്ദേഹത്തിന് ശബരിമല സന്നിധാനത്ത് കയറാൻ, വർഷങ്ങൾക്ക് ശേഷം കയറാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അങ്ങനെയൊക്കെ ചില കാഴ്ചകളാണ്, കൗതുക കാഴ്ചകളും ഈ സംഗമത്തിനിടെ നമുക്ക് കാണാൻ സാധിച്ചു. കൗതുക കാഴ്ചകളാണോ പ്രായശ്ചിത്തമാണോ എന്ന് നമുക്ക് തോന്നിക്കുന്ന ചില രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശനത്തിന് ശേഷം ഈ സർക്കാരിനേറ്റ വലിയ വലിയ തിരിച്ചടികൾ, അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം ഈ പാർട്ടിയിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള പല നേതാക്കളും ജ്യോത്സ്യന്മാരെ ചെന്ന് കണ്ട അത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം രാജഗോപാൽ സാർ. അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ സർക്കാർ തങ്ങൾക്കേറ്റ ചില തെറ്റുകൾ, തങ്ങൾക്കേറ്റ ചില പരാജയങ്ങൾ, അതിലൊക്കെ റിഗ്രറ്റ് ചെയ്യാനോ അതിനുള്ള പ്രായശ്ചിത്തമാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന ചില രംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എന്തായാലും യോഗി ആദിത്യനാഥിന്റെ വാസവൻ ജി പ്രയോഗം വളരെ വളരെ പ്രസക്തമാവുകയാണ്, ചർച്ചയാവുകയാണ്. ഒപ്പം അയ്യപ്പനെ കണ്ണൂരിൽ ഇവർ മുത്തപ്പനെയൊക്കെ സഖാവാക്കിയതുപോലെ അയ്യപ്പനെയും സഖാവാക്കാനുള്ള ശ്രമമാണോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചകളിൽ സജീവമാകുന്നു. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.